അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തങ്ങളാണ്. ഇന്ന് നാം എല്ലാം വല്ലാതെ സ്നേഹിക്കുകയും നമ്മെ എല്ലാവരെയും വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്ത വലിയൊരു പണ്ഡിതൻ മുഹമ്മദ് ഫാദലി ഉസ്താദ് അവர்கள் നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. എങ്ങനെയാണ് ഉസ്താദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എല്ലാം കൊണ്ടും എല്ലാ ക്വാളിഫിക്കേഷനുകളും നിറഞ്ഞ ഇൽമും തഖ്വയും വറവും എന്തെല്ലാം ഒരു പണ്ഡിതന് വേണോ അതെല്ലാം മേളിച്ച ഒരു മനോഹരമായ ജീവിതം ഈ ഭൂമി ലോകത്ത് സുന്ദരമായി ജീവിച്ച് പെട്ടെന്നൊരു വിടവാങ്ങൽ ഉസ്താദ് നമ്മോട് വിട ചൊല്ലിയിരിക്കുകയാണ്. അള്ളാഹു ഉസ്താദുകളുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കപ്പെട്ട് സന്തോഷമുള്ള ഖബർ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ ജീവിതകാലത്ത് ഉസ്താദ് സേവനം ചെയ്ത എല്ലാ നാടുകളിലുമുള്ള മനുഷ്യർക്ക് ഉസ്താദ് ഇൽമും സ്നേഹവും എല്ലാ നന്മകളും വിതരണം ചെയ്തുകൊണ്ടാണ് ഉസ്താദ് ജീവിച്ചിരുന്നത്. ഉസ്താദിനോടൊപ്പം ഇൽമ് പഠിച്ച ഒരുപാട് മുതാലിമീങ്ങൾ, ഉസ്താദ് സേവനം ചെയ്ത നാടുകളിലെ ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യർ, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദനയാണ് ഇന്നത്തെ ഈ ദിവസം സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹു ഉസ്താദുകൾക്ക് ഈ ലോകത്ത് ജീവിച്ചതിനേക്കാൾ മനോഹരമായ സന്തോഷമുള്ള ജീവിതം ഖബറിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിനി നമ്മുടെ മജ്ലിസുദ്ദാവത്തുൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൽ എല്ലാ മാസവും നടക്കുന്ന ഖസീദത്തുൽ ബുർദ മജ്ലിസിൽ ഉസ്താദുകളെ ആ സാന്നിധ്യം ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുകൾക്ക് നാളെ ജന്നാത്തുന്നഈമിൽ ഉസ്താദുകളോടൊപ്പം നമ്മളെല്ലാവരെയും അല്ലാഹു ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഉസ്താദുകൾക്ക് വേണ്ടി നമുക്കൊണ്ട് കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പരിശുദ്ധ ഖുർആനും ദിക്റുകളും തഹ്ലീലുകളും എന്തെല്ലാം ഉസ്താദിന് വേണ്ടി നമ്മൾ കൊണ്ട് കഴിയുമോ എല്ലാം നിർവഹിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.